ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ബനാന ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഒരു കിട്ടില്ലൻ ഐറ്റം ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. എന്താണെന്നല്ലേ, ഒരു അച്ചാർ. അപ്പോൾ ആ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അടിപൊളി അച്ചാറാണ്. ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അതെ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ബനാന വെച്ചിട്ട് ശരിക്കും അച്ചാറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റേറ്റാണ് നമുക്കിവിടെ. അപ്പം ഇത് ഒരു ഓഫറിന് കിട്ടിയ ബനാനയാണ് കേട്ടോ. അപ്പം ഓഫറിന് കിട്ടിയപ്പോൾ നമ്മൾ വാരിക്കോരി എടുത്ത്, നമ്മൾ മലയാളികളല്ലേ, നമ്മൾ വിടും. അങ്ങനെ വാരിക്കോരെടുത്ത ബനാനയ്ക്ക് പഴുത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ബനാന വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ അച്ചാറിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ആക്ച്വലി ഈ അച്ചാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊരു മധുരപ്രേമിയാണെങ്കിൽ ഈ അച്ചാർ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ അച്ചാർ കഴിക്കൂലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം. പക്ഷേ ഈ ഒരു ബനാനേൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ മുന്നായിട്ട് നിൽക്കും കേട്ടോ. അത് നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ നമുക്കതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്കത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഈ നേന്ത്രപ്പഴം കിട്ടുമ്പോഴുണ്ടല്ലോ, ഒരുപാട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണല്ലോ പുതിയ പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടാറ്റാ ബൈ ബൈ. സീ